മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി. സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തെന്നും യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് മന്ത്രിസഭ അടിയന്തരമായി പുനഃസംഘടിപ്പിക്കണമെന്നായിരുന്നു CPM കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാന ആവശ്യമായി ഉയർന്നത്. വിരമിച്ച ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താൽപര്യപ്രകാരമാണെന്ന ചോദ്യവും ഉയർന്നു. സംസ്ഥാനമാകെ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത്. ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത് പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ആരുമില്ലേ എന്ന ചോദ്യവും വന്നു. കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാന പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ല എന്നും തുറന്നടിച്ചു. തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റെതായി. മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല, ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറി. ഇതെല്ലാം പാർട്ടിക്ക് ദോഷം ചെയ്തു. പരിചയസമ്പത്തില്ലാത്ത മന്ത്രിമാർ സർക്കാരിന് ഭാരമായി മാറി. മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കണം. രണ്ടാം പിണറായി സർക്കാരിൽ തോമസ് ഐസക്കിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു. മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. മുതിർന്ന നേതാവ് PK ഗുരുദാസാണ് മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ആരാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയായി കണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്നും വിമർശനം വന്നു. റിപ്പോർട്ടർ, കൊല്ലം.